ആഗോള അയ്യപ്പ സംഗമത്തിൽ വീണ്ടും ഒളിച്ചു കളിച്ച് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്ന് മന്ത്രി. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയെന്നറിയാം. ബാക്കി കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്നും വാസവൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുള്ള SIT റിപ്പോർട്ടിന് വിരുദ്ധമായ മറുപടികൾ നൽകി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച ശേഷമാണ് വാസവന്റെ പുതിയ മലക്കം മറിച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത, ഇരു കൈകളും മലർത്തുകയാണ് മന്ത്രി വി.എൻ. വാസവൻ. എല്ലാം ദേവസ്വം ബോർഡിന്റെ തലയ്ക്ക് കൈവച്ച് ഉണ്ടായിരുന്നാലും ഈ വന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഇതോടുകൂടിയാണ് വാസവന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ പ്രതികരണം ആണ് ഏറ്റവും പരിഹാസ്യമെന്ന് പറയുന്നത്. കാരണം ഇതിൽ അങ്ങും ഇങ്ങും തൊടാതെയുള്ളൊരു പ്രതികരണമാണ് വാസവന്റെ ഭാഗത്ത് നിന്നത്. ആഗോള സംഗമം സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമാണെന്നുള്ളൊരു വിശദീകരണമാണ് വാസവൻ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് വെച്ചാൽ 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയെന്നറിയാം, എന്നാൽ അതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. അയ്യപ്പ സംഗമം കാരണമാണ് സ്വർണ്ണക്കുള്ള പുറത്തു വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് വാസവൻ്റെ ഭാഗത്തുണ്ടായത്. നമുക്കറിയാം, ഇത് അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരായിരുന്നു, CPM ആയിരുന്നു. ഈ വലിയ ഇത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമീപത്ത് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ അയ്യപ്പ സംഘവുമായി സർക്കാർ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നിരിക്കുകയാണ് ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എല്ലാം ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കം നടക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന് SITയുടെ നിരീക്ഷണത്തിലായിരിക്കുന്നു. അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ടെല്ലാം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയം വരുന്നു. മാത്രമല്ല, നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള കണക്കുകൾ വാസവൻ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവിടെ നിന്നും ചില ഒഴിവ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും പിന്മാറുന്ന ഒരു നിലയിലേക്ക് വാസവൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു സമീപനം കൂടിയാണ് വാസവൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കൃത്യമായും നമുക്കറിയാം, വാസവൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം ചിലവിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൂടി ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തിയത് ദേവസ്വം ബോർഡിൻ്റെ കൂടി ഭാഗത്താണ്. ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുകൊണ്ടാണെന്ന് നമുക്കറിയാം. അന്ന് തന്നെ ഇത്തരത്തിൽ ദേവസ്വം മന്ത്രിയുടെ അടക്കം പരാമർശങ്ങൾ വരുന്നൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ആ അയ്യപ്പ സംഗമത്തിന് നടത്തിയ സമയത്തെല്ലാം വലിയ രീതിയിൽ പ്രതികരിച്ച ദേവസ്വം മന്ത്രി തന്നെയാണ് ഇപ്പോൾ തള്ളിപ്പറയുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നും ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എല്ലാം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് നടത്തിയത് അല്ലെങ്കിൽ ബോർഡാണ് നടത്തിയത് എന്നത് ബോർഡിൻ്റെ തലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കേസ് അന്വേഷണം ഒരു ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നു. അതായത് ഇനി തുടർന്ന് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ, നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി SIT അന്വേഷിക്കും. അയ്യപ്പ സംഘവും കൂടി ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരുവാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. 4 ഘട്ടങ്ങളായിട്ട് അന്വേഷിക്കുന്നതിൽ ആ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഇത്തരത്തിൽ അയ്യപ്പ സംഗമത്തിൻ്റെ വിഷയം കൂടി അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ കൂടി SIT അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ അന്വേഷണം പുരോഗമിക്കുന്നതോടുകൂടി കൂടുതൽ വാസവനടക്കമുള്ളവർ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തന്നെയാണ് SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ ആർക്കോ വേണ്ടി നടത്തിയ ഒരു സംഗമത്തിന്റെ വിശകലനവും വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകി.